14 വയസ്സ് മാത്രം പ്രായമുള്ള ഗൗതം. നിങ്ങളുടെ ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഗൗതം മാൾട്ടയിലേക്ക് പോകുന്നത്. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗൗതമിന്റെ മുമ്പിൽ. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, വീട്ടിലെ കടമെല്ലാം തീർക്കണം, 5 വർഷത്തോളം സ്നേഹിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒപ്പം ഒരുമിച്ചുള്ള ജീവിതം, അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഹലോ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രപ്രിയ പ്രണയം മൂലം കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി. ഇത് അതേപോലെ പ്രണയം കാരണം സ്വയം ജീവനെടുക്കാൻ അല്ലെങ്കിൽ എടുക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. ഗൗതം ജോഷി 5 വർഷമായിട്ട് ആത്മാർത്ഥമായൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും തൻ്റെ എല്ലാ എഫേർട്ടും അല്ലെങ്കിൽ തൻ്റെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ മൊത്തം ഈ പെൺകുട്ടിക്ക് വേണ്ടി നൽകുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ഇവരൊരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഗൗതമിന് മാൾട്ടയിലോട്ട് പോകാനുള്ള അവസരം വരുന്നത്. ഇവിടെയും തൻ്റെ പെണ്ണിനെ കൂടെ കൊണ്ടുപോകുന്ന ഗൗതം ഇവിടെയും അവളെ മാൾട്ടയിലോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. പക്ഷേ വിസ ആദ്യം കിട്ടിയത് ഈ പെൺകുട്ടിക്കായിരുന്നു. ഗൗതം പോകുന്നതിന് 1 മാസം മുൻപേ തന്നെ ഈ പെൺകുട്ടി മാൾട്ടയിലെത്തുകയും അവിടെ വെച്ച് വേറൊരു ചെറുപ്പക്കാരനായിട്ട് റിലേഷൻ ആവുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ മാൾട്ടയിലെത്തിയ ഗൗതം 2 പേർക്കുമായിട്ട് ഒരു ഫ്ലാറ്റിൽ സിംഗിൾ റൂം എടുത്തു. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഈ പെൺകുട്ടി ഗൗതം അവിടെ വന്ന നാൾ മുതൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിലൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളേ, എങ്ങനെയും ഗൗതമിനെ ഒഴിവാക്കി ഇപ്പോൾ ഉള്ള കാമുകൻ്റെ കൂടെ അങ്ങ് പോവുക. അതിന് അവളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മാക്സിമം അവനുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി വഴക്കുണ്ടാക്കി അവസാനം ഈ റൂമിൽ നിന്ന് ആൾ താമസം മാറി. 5 വർഷത്തെ പ്രണയം 1 മാസം കൊണ്ട് അവൾ മറന്നു കളഞ്ഞു. പക്ഷേ ഗൗതമിനത് അങ്ങനെ ആയിരുന്നില്ല. ഗൗതമിന് അവൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനെ പോലെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം അവൾ പോയി ദിവസങ്ങൾക്കകം തൻ്റെ ജീവൻ സ്വയം ഗൗതം എടുത്തത്. ഇപ്പം ഇവളുടെ കൂടെ നിൽക്കുന്ന ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. 5 വർഷത്തെ പ്രണയം ഈ പിശാച് 1 മാസം കൊണ്ട് മറന്നിട്ടുണ്ടെങ്കിൽ നീ സൂക്ഷിച്ച മോനെ, നിന്നെ മറക്കാൻ വലിയ പാടൊന്നും അവൾക്ക് വരത്തില്ല. കാരണം 5 വർഷത്തെ പ്രണയമാണ് വെറും കറിവേപ്പില പോലെ അവർ വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ അതിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ വേണ്ടാന്ന് വെക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ചെറ്റത്തരം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ചെറുക്കനിൽ നിന്ന് എന്തൊക്കെ കിട്ടാവോ അതൊക്കെ ഈ പിശാചിന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ സമയം, പൈസ, ഇപ്പം മാൾട്ടയിൽ ചെന്ന് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഈ ഒരു പാവം ചെറുക്കൻ കാരണമാണ്. അതൊന്നും അവൾക്ക് ഓർക്കാൻ തോന്നി കാണത്തില്ല പുതിയൊരെണ്ണത്തിനെ കണ്ടപ്പോൾ. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഗൗതം. നിങ്ങളുടെ ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഗൗതം മാൾട്ടയിലേക്ക് പോകുന്നത്. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗൗതമിന്റെ മുമ്പിൽ. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, വീട്ടിലെ കടമെല്ലാം തീർക്കണം, 5 വർഷത്തോളം സ്നേഹിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒപ്പം ഒരുമിച്ചുള്ള ജീവിതം, അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഏറെക്കുറെ 5 വർഷത്തോളമുള്ള പ്രണയം, ഒരുമിച്ച് അബ്രോഡ് പോകണം, സെറ്റിൽ ആവണമെന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഈ പെൺകുട്ടിയുടെ A to Z കാര്യങ്ങളും അബ്രോഡ് പോകാനുള്ള കംപ്ലീറ്റ് ഹെൽപ്പും കാര്യങ്ങളും സപ്പോർട്ട് എല്ലാം ഗൗതമാണ് ചെയ്തു കൊടുത്തിരുന്നത്. മാൾട്ടയ്ക്ക് പോകാൻ ആദ്യം വിസ കിട്ടിയത് ഈ പെൺകുട്ടിക്കായിരുന്നു. അതിനുശേഷമാണ് ഗൗതമിന് വിസ വരുന്നത്. ഏറെക്കുറെ 1 മാസം കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 5 വർഷത്തോളം ഉള്ള പ്രണയം വെറും 1 മാസം കൊണ്ട് അവളുടെ മനസ്സ് മാറിയുള്ളത്. കാരണം അവർക്ക് വേണ്ടത് അവന്റെ പ്രണയവും സ്നേഹവും നല്ലൊരു ജീവിതമായിരുന്നില്ല, അവന്റെ വിലപ്പെട്ട സമയവും ജീവിതവുമാണ് അവൾ തകർത്തത്. ഗൗതമിന് മുമ്പ് മാൾട്ടയിലെത്തുന്ന ഈ പെൺകുട്ടി അവിടെ മറ്റൊരാളായിട്ട് പ്രണയത്തിലാവുന്നു. അതിന് പ്രണയം എന്ന് എനിക്ക് ഒരിക്കലും വിളിക്കാൻ തോന്നുന്നില്ല. ഗൗതം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. മാൾട്ടയിൽ എത്തിയതിനു ശേഷം ഒരുമിച്ച് താമസിക്കാനെടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ച് അവർ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെൺകുട്ടി അവിടെ റൂം മാറിപ്പോയി. ഇത് ഗൗതമിനെ വല്ലാതെ തളർത്തി. അവർ തമ്മിൽ പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടായി. ഒടുവിൽ അവസാനമായിട്ട് അവൻ അവളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നീ എന്റെ കൂടെ വരണം, എന്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും. അന്നേ ദിവസം എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബാക്കി വെച്ച് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഒരു പ്രണയമല്ലേ അതങ്ങ് മറന്നാൽ പോരായിരുന്നു. ഈ 5 വർഷ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിനെ കളയാൻ പറ്റത്തില്ല. ഒരുപാട് പേരാണ് ഇതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്, ഡീറ്റെയിൽസ് അയച്ചത്, പ്രൂഫുകൾ അയച്ചത്. ഈ പെൺകുട്ടി ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനെക്കുറിച്ചും അവരുടെ ക്ലാസ്സിലുള്ളതും അവരെ നേരിട്ട് അറിയാവുന്നതായിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഉണ്ട്. പെണ്ണിനെ ഞാൻ രാവിലെ കൂടി കണ്ടുള്ളൂ കോളേജിൽ. അവൾക്ക് വലിയ ഊസലൊന്നുമില്ല. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ പ്രണയം. ഇതിനു വേണ്ടിയാണോ ഈ 5 വർഷത്തോളം നീ അവനെ കൂടെ കൊണ്ടുനടന്നത്? ഒരാളുടെ ജീവിതമാണ് നീ തകർത്തേക്കണേ, ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷ. വേണ്ടായിരുന്നു ഇത്രയും ക്രൂരമായി പോയത്. കേട്ട് നിൽക്കുന്ന ഏതൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്നുണ്ട് ഗൗതമിന്റെ കഥ. എന്നെ കോൺടാക്ട് ചെയ്ത ഓരോ വ്യക്തികളും പറയുന്നത് അവൻ അത്രയ്ക്കും പാവമായിരുന്നു, അവനെല്ലാം ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പെട്ടെന്ന് ഈ 5 വർഷത്തെ ഒരു പ്രണയം അങ്ങ് ഇല്ലാണ്ടായപ്പോഴും അത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. വളരെ നിസ്സാരമായിട്ട് അവനെ വലിച്ചെറിഞ്ഞു പോയപ്പോഴേക്കും നിനക്ക് അറിയില്ലായിരുന്നല്ലേ ഇതിന്റെ പുറകെ വരാൻ ഇത്രയും പേരുണ്ടാവുന്നുള്ളത്. അവന് നീ മാത്രമായിരുന്നു ലോകം, പക്ഷെ മറ്റു പലർക്കും അവനായിരുന്നു ലോകം. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഇനി ഇങ്ങോട്ട് വന്ന് കയറി തരരുത്, എന്നെ കൊണ്ട് ഇടിപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആരും അവളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും കമന്റ് ബോക്സിൽ ഇടരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോളാം. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു പോയതാ. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത് ശരിയാണോ? ഇനി എന്നെ വേദനിപ്പിച്ച ഒരു ഒറ്റ കാര്യം കൂടി പറയട്ടെ. അവന്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കാശില്ലാതെ പണപ്പിരി നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. ആ പെൺകുട്ടിയുടെ അടുത്താണ് ചോദിക്കുന്നത്, ഇത്രയും കാലം കൊണ്ട് നീ അവന്റെ 120 എന്തെങ്കിലും ഒരു രൂപ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നേ, ആ ഒരു മര്യാദയെങ്കിലും നീ അവിടെ കാണിക്കണം. ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. അത്രയധികം പെയിൻ എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവന് നീതി കിട്ടണം, അതിന് വേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോകും. പറയുന്ന കേട്ടില്ല, അവൾക്ക് ഒരു കൂസലുമില്ല, കോളേജിൽ തരാ നടക്കുക എന്നുള്ളത്. ഈ ഒരു വോയിസ് മനസ്സാക്ഷിയുള്ള ആൾക്കാർക്ക് എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ ബോഡി നാട്ടിലെത്തിക്കാൻ പറ്റാത്ത പണപ്പിരിവ് നടത്തുക അവിടെ ആൾക്കാർ. ബോഡിയൊക്കെ അവസാനം നാട്ടിലെത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പുനാര മോളുടെ അടുത്ത് ഒറ്റൊരു കാര്യം ചോദിക്കാനുള്ളൂ, നീ ഒരു മനുഷ്യനാണോ? നിനക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇത്രയൊക്കെ അവിടെ നടന്നിട്ട് ആൾക്കാർ ഇതിൻ്റെ പിറകെ നടക്കുമ്പോൾ നിനക്കിതൊന്നും അറിയണ്ടല്ലോ അല്ലേ? പുതിയ കാമുകനുണ്ടല്ലോ, അവൻ്റെ കൂടെ തേരാപ്പാര അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയല്ലോ. നീ ഒരുത്തി കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരുത്തനത്. ഇവളുടെ ഒക്കെ ഐഡൻറ്റിറ്റിയും ഫേസും എല്ലായിടത്തും വെളിയിലിടണം, പുറത്തിടണം ചേട്ടാ. അല്ലാണ്ട് ഇവളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവളുടെ ഫേസും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് മറിച്ച് വല്ല ആൺപിള്ളേരും ആയിരുന്നെങ്കിൽ അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരും ഇല്ലേ? പിന്നെ എന്തിനാ ഇതുപോലെയുള്ള പുന്നാര മോളുടെ ഫേസൊക്കെ മറച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവൾ ഇന്ന് ഇത് കഴിഞ്ഞ് നാളെ താണ്ട് ഇപ്പം വേറൊരുത്തനുണ്ടല്ലോ, അത് മടുക്കുമ്പോൾ വേറൊരുത്തൻ്റെ കൂടെ പോവും. ഇത് പോവാതിരിക്കത്തൊന്നുമില്ല. അമ്മാതിരി പ്രേമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേറൊരു വാക്കുണ്ടല്ലോ, അത് നിങ്ങൾ അങ്ങോട്ട് ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ അവിടെ. മരണപ്പെട്ട ഗൗതം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, എസ്പെഷ്യലി ഗൗതമിന് ഇഷ്ടപ്പെടുന്നവർ. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലൊക്കെ മൂഡ് താങ്ങിക്കുന്നത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ട്രെയിലർ മാത്രമാണ് ഈ വീഡിയോ. മറ്റാരും നീതി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും. കാരണം മനന്നൊന്ന് അവന് ലോകത്തിന് വിട്ടു പോയപ്പോൾ ഇവിടെ ഉണ്ടായത് അവനൊരു ഏട്ടനാണ്. ഏത് എക്സ്ട്രീം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഏട്ടൻ. ദിസ് ഈസ് സംതിങ് പേഴ്സണൽ ഫോർ മീ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, ഈ വീഡിയോ അവസാനം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 പേരുകൾ, സാൻഡ്ര, വിഷ്ണു, പിന്നെ പേരിപ്പോ തൽക്കാലം പുറത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു വ്യക്തി. നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയല്ലേ? ഇപ്പോൾ എനിക്കത് അറിഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, എല്ലാ തെളിവുകളും കിട്ടി. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് ഈ വീഡിയോ ചെയ്ത് എനിക്ക് എങ്ങനെ സംസാരിക്കണം പോലും അറിയില്ല. കുറച്ച് നേരം എടുത്തു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പോലും. ഇത്രയും ദിവസമായിട്ട് ഞാൻ എന്റെ പുറകെ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, ഓരോ കാര്യങ്ങളും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇനി ഇവരുടെ ആരുടെയും ഫാമിലിയിൽ നിന്ന് ഒരാളും എനിക്ക് ചാറ്റ് ചെയ്യണ്ട, മെസ്സേജ് അയക്കണ്ട, കോൾ ചെയ്യണ്ട. കാരണം ഗൗതമിന്റെ മരണത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോയാൽ 2 മാസം അവൻ അവിടെ കിടന്ന് അനുഭവിച്ച വേദനകൾ, അവന്റെ ഉള്ളിൽ കൂടി പോയ ചിന്തകൾ, അവന്റെ മരണത്തിന് ശേഷം അവന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എഗെയിൻ പറയണ അവന്റെ പ്രിയപ്പെട്ടവർ, അവൻ സ്നേഹിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹം തിരിച്ചു കൊടുത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്. അവരെല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥ ട്രോമ. ഒരു ദിവസം പോലും കരയാത്തില്ല കുട്ടികൾ. സോ എഗെയിൻ ഞാൻ പേരുകൾ എടുത്ത് പറയുന്നത് സാൻഡ്ര, വിഷ്ണു, പിന്നെ ഇപ്പൊ തൽക്കാലം പേര് പുറത്ത് പറയാൻ പറ്റാത്ത ഒരാൾ. വെയിറ്റ് ചെയ്തോ, നീയൊക്കെ എവിടെയാണെങ്കിലും എന്താണെങ്കിലും നിന്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉൾപ്പെടെ ഞാൻ എടുത്തിടും. പിന്നെ സാൻഡ്ര, നീ മാൾട്ടയിൽ കാല് കുത്തിയ കാലം തൊട്ടുള്ള എല്ലാ കഥകളും ജസ്റ്റ് 2 വീഡിയോ ഇട്ടപ്പോഴേക്കും അവൻ അതുകൊണ്ട് അവിടെ തീർന്നു പോയി എന്ന് വിചാരിച്ചല്ലേ? തെറ്റിപ്പോയി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗൗതം മരിക്കുമ്പോൾ അവനിവിടെ ഒരു ഏട്ടനെ ഉണ്ടാക്കിയിട്ടാ പോയത്. ആ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നൂടെ പറയുന്നത്, അവന്റെ മരണത്തിന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും. അതിന് എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി. അതിൽ ഒരുത്തം പറഞ്ഞൊരു വാക്കുണ്ട്, നീ പോയി ചത്തോടാ, നീ പോയി ചത്തു മോനെ. അവൻ വിഷമിച്ച വിഷമം എന്താണെന്ന് നീ അറിയൂ. കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ മാൾട്ടയിലുള്ള എല്ലാ മലയാളീസും സ്റ്റോറി ആക്കണം, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കണം, നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗൗതമിന്റെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറിയിൽ ഈ വീഡിയോ നിറഞ്ഞു നിൽക്കണം. ഇത് എന്റെ ആവശ്യവും ഗൗതമിന്റെ ആവശ്യമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരാൾ പോലും ഇതിനെ അറിയാൻ ബാക്കി ഉണ്ടാവരുത്. ഞാൻ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു പ്രോമിസ് ചെയ്യാണ്, ഗൗതമിന്റെ മരണത്തിന് ഞാൻ അവന് കിട്ടേണ്ട നീതി അത് കിട്ടുക തന്നെ വേണം. പിന്നെ ഈ പുന്നാര മോളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് എടുത്തിട്ട് പബ്ലിക്കിലിടാൻ ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ. ശരി എന്നാൽ.